ഹലോ അസ്സലാമു അലൈക്കും. സോനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചക്കക്കുരും പരിപ്പും ചീരൻ്റെ ഇട്ടിട്ടുള്ള നല്ലൊരു തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ചക്കക്കുരും ചീരയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു കഴുകി ചട്ടിയിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് പരിപ്പ് കൂടി കഴുകി ഇടാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 4 അല്ലി വെളുത്തുള്ളിയും കഷ്ണം മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി അടുപ്പത്ത് വെക്കുക. ഞാൻ ഇന്ന് അടുപ്പത്താണ് കറി വെക്കുന്നത്. ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങയാണ് ഞാൻ ചിരവിയെടുത്ത് അതിലേക്ക് 3 അല്ലി ചെറിയുള്ളിയും കുറച്ച് ചെറിയ ജീരകവും ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കറി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നല്ലതുപോലെ ചക്കക്കുരും പരിപ്പും വെന്തതിന് ശേഷം അതിലേക്ക് ചീരൻ്റെ ഇട്ട് കൊടുക്കാം. ഈ കറി കുക്കറിലും വെക്കാം. അങ്ങനെ നമ്മുടെ കറി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അത് ചീര വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങൻ്റെ അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ശേഷം അത് നല്ലതുപോലെ തിളയ്ക്കുന്നവരെ കാത്തു നിൽക്കുക. നല്ലതുപോലെ തിളച്ച ശേഷം അടുപ്പത്ത് നിന്നും വാങ്ങി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് വറവ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് വറവില്ല. ഞാൻ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ വറ്റൽമുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ചേർത്തിട്ടില്ല. കടുക് പൊട്ടിയതിന് ശേഷം ചട്ടിയിലേക്ക് വറവ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.